വിജിൻ, അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾക്ക് നൽകാൻ പറ്റുമോ? ഓക്കെ, കാണാം. തീർച്ചയായും മനു, ഇപ്പോൾ നമുക്ക് ഇത് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെയും ഒപ്പം തന്നെ ഈ യാത്രക്കാരുടെയും ഒക്കെ തിരക്കുള്ളത് കൊണ്ടാണ് കൃത്യമായ വിഷ്വലുകൾ ലഭിക്കാത്തത്. എന്തായാലും അല്പസമയത്തിനകം വാഹനം ഇവിടുന്ന് പുറപ്പെടും. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നാണ് ഈ തിരുവനന്തപുരത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് ഈ ഗരുഡ് പ്രീമിയം എന്ന ഈ വാഹനം നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച വാഹനം എത്തിച്ചത്. അല്പസമയത്തിനകം വാഹനം ആരംഭിക്കാൻ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ചില ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത്? നേരത്തെ അറിഞ്ഞിരുന്നു ഇത്? അല്ല, ഞാൻ ഈ സമയത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. ഈ ബസ്സിലേക്ക് ഈ അറിഞ്ഞിട്ട് ഈ ബസ്സിലേക്ക് കയറിയതാണ്. എനിക്ക് ആലോചിക്കാണ് പോകേണ്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ യാത്ര ചെയ്ത വാഹനമാണ്. വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ചർച്ചയായ വാഹനമാണ്. അതിൽ ഏതോ മന്ത്രി ഇരുന്ന സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെനിക്കൊരു ഭാഗ്യം കിട്ടി ഇങ്ങനെ ഒരു ബസ്സിൽ കയറാനായിട്ട്. അത് ഈ ബസ്സിൻ്റെ ആസ്വദിച്ച് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങോട്ടുള്ള യാത്രയാണ്? എനിക്ക് ആലുവയ്ക്കാണ് പോകേണ്ടത്. ആലുവ. എങ്ങനെയുണ്ട്? നേരത്തെ അറിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത്? ഇന്ന് അറിഞ്ഞത്. ഓൺലൈനായിട്ട്. തിരക്കുണ്ട്. ഹാപ്പിയാണോ ഇത് അറിഞ്ഞ്? ഈ വാഹനമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ബുക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ നേരത്തെ തന്നെ? അല്ല, ഇത് കണ്ടപ്പോൾ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു, അങ്ങനെ ബുക്ക് ചെയ്തത്. മനു, എന്തായാലും ഇതുതന്നെയാണ്. മന്ത്രിമാരിരുന്ന വാഹനത്തിൽ, മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിലൊക്കെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം അതറിഞ്ഞ് ഈ വാഹനം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ചിലരൊക്കെ ബുക്ക് ചെയ്തത്. എന്തായാലും ബുക്ക് ചെയ്യാത്തയും നിരവധി യാത്രക്കാർ ഇവിടെ ഈ വാഹനത്തിൽ ഉണ്ട്. കോഴിക്കോടേക്കാണ് യാത്ര. ഈ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ എറണാകുളത്ത് എത്തുന്ന സമയത്തേക്ക് ഒക്കെ ആളുകൾ നിറയും എന്ന പ്രതീക്ഷയിലാണ് KSRTC. എന്തായാലും ഈ 1 കോടി രൂപയോളം ചെലവഴിച്ച് വാങ്ങിയ വാഹനം ജനങ്ങൾക്ക് കൂടി ഇതിപ്പോൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് ഈ വാഹനം ജനങ്ങൾക്ക് കൂടി വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനു, ആ കോൺഫറൻസ് റൂം അവിടെ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? കാണാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു? ഓർമ്മയില്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. മന്ത്രിമാർക്ക് ഇവിടെ മന്ത്രിസഭാ യോഗം ചെയ്യാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞായിരുന്നു വിവാദം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ വാഹനത്തിൻ്റെ സൗകര്യം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടോയ്ലറ്റ് കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഡീഷണൽ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് അതിപ്പോൾ സർവ്വസാധാരണമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന ബസ്സിൽ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. ഇന്നത്തെ പ്രൈവറ്റ് ബസ്സുകളിലെല്ലാം ഉണ്ട്. ഇതിനെയൊക്കെ വെച്ചിട്ടാണ്, ഒന്ന് ഓർത്ത് നോക്കൂ, ഇതിനെയൊക്കെ വെച്ചിട്ട് ഈ ബസ്സിനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു എഴുതിയത്? ദുർച്ചെലവ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എത്രമാത്രം വാർത്തകൾ പടച്ചു വിട്ടു, ഓർക്കുന്നില്ലേ ആ സമയം? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇന്ന് ഈ ബസ് ഒരിക്കൽ കൂടി വരുമ്പോൾ, വീണ്ടും അത് സ്ഥിരമായി എത്തുമ്പോൾ, ഈ എഴുതി വെച്ചവരുടെയൊക്കെ വിശ്വാസത്തെ കൂടിയാണെന്ന് ഈ പോകുന്നത്. തീർച്ചയായും അത് തന്നെയാണ് മനു. എന്തായാലും അവർക്ക് തന്നെ ഇപ്പോൾ പകർത്താനായി വാഹനത്തിലേക്ക് എത്തേണ്ടി വന്നു. ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതും വിരോധാഭാസമാണ്. ഇവിടെ നിന്ന് പുറപ്പെടും. ജനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ആദ്യ ട്രിപ്പിന് അത്യാവശ്യം തിരക്കുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകളിൽ എത്തുമ്പോൾ ഫുള്ളാകും എന്ന് തന്നെയാണ് ഈ പ്രതീക്ഷിക്കുന്നത്. ഈ KSRTC ജീവനക്കാരും ഒക്കെ പറയുന്നതും അതുതന്നെയാണ്. നിലവിൽ ആളുകൾ ഉണ്ട്, അത്യാവശ്യം സീറ്റ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ്, നേരത്തെയുള്ള ബുക്കിംഗ് ആയിരുന്നില്ലാത്തതുകൊണ്ടാണ് ബുക്കിങ്ങിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി ഈ വാഹനം ഓടുന്നുണ്ട്, ബസ് യാത്ര തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ കേട്ടറിഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആൾ ആലുവയിലേക്ക് ടിക്കറ്റ് എടുത്ത ഒരു യാത്രക്കാരനായിരുന്നു. എന്തായാലും അവരൊക്കെ പറയുന്നത് മന്ത്രിമാർ സഞ്ചരിച്ച, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയായിരുന്നു നേരത്തെയും പറഞ്ഞിരുന്നത്. ഈ ഇത്തരത്തിൽ കേരളം മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനത്തിൻ്റെ കാഴ്ച തന്നെ വളരെ ഗംഭീരമായ നിലയിലായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയും ചെയ്തത്. എന്തായാലും ആ വാഹനം ഇപ്പോൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. KSRTC അത് ഇപ്പോൾ നിരത്തിലിറക്കി സാധാരണക്കാരന് യാത്ര ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെയും അത്തരത്തിൽ KSRTC മന്ത്രിയായിരുന്ന ആന്റണി രാജു തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ വാഹനം വിട്ടു നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ
കുറച്ച് കൂടുതൽ സൗകര്യം ഉള്ള വാഹനം എന്നുള്ള നിലയിൽ തന്നെ ഇത് കോഴിക്കോട് മുതൽ ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താനായി KSRTC തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ യാത്രയാണ്. തിരുവനന്തപുരം പാപ്പനംകോട് ഡിപ്പോയിലായിരുന്നു വാഹനം ഈ ബസ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നു. ആദ്യ ട്രിപ്പ് കോഴിക്കോടേക്കാണ്. അതിനുശേഷം കോഴിക്കോട് ബാംഗ്ലൂർ സർവീസ് ആയിരിക്കും നടത്തുക. മനു. ശരി.